ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണെന്നോ അല്ലെന്നോ പറയാൻ തയ്യാറല്ല. CPM അങ്ങനെ മുമ്പും പറഞ്ഞിട്ടില്ല. സാമ്രാജ്യത്വ വിരുദ്ധത ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇരു കൂട്ടർക്കും ഒരേ നിലപാടാണുള്ളത്. ഇനി വിവാദങ്ങളെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത്, ജമാഅത്ത് ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചത് വാസ്തവമാണ്, ചർച്ച നടത്തിയത്. ഇനി അഭിപ്രായം വ്യക്തമാക്കേണ്ടത് അവരാണ്. അവർ ഒരു കൂട്ടം നേതാക്കൾ മാന്യമായി ഞങ്ങളെ വന്ന് കണ്ട് സംസാരിച്ചു. ഒരു കൂട്ടർ വന്ന് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കോൺഗ്രസ് എന്തിനാണ് വേവലാടിപ്പെടുന്നത്? ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള പൂർവ്വകാല ബന്ധം. ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. 6 തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഞാൻ മത്സരിച്ച 6 തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി, വെൽഫെയർ പാർട്ടി പിന്നീടുണ്ടാകും എനിക്കെതിരായിരുന്നു. കാരണം എന്താ? അവര് LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു. അവര് 2019 ശേഷമാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ഭരണം, വർഗീയതയെ തോൽപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡ് എടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകിയത്. അപ്പോ AKG സെന്ററിൽ ഇരുന്നപ്പോൾ CPM-ന് പിന്തുണ കൊടുത്തപ്പോൾ അവര് മതേതരവാദികൾ, CPM-ന് പിന്തുണ പിൻവലിച്ച് UDF-ന് പിന്തുണ കൊടുത്തപ്പോൾ അവര് വർഗീയവാദികൾ. ഇതാണ് സ്ഥിരം പരിപാടി. ഇനി ജമാഅത്ത് ഇസ്ലാം ഈ വെൽഫെയർ പാർട്ടിയും UDF-ന് പിന്തുണ കൊടുത്തതിനാണ് CPM-ന് വിഷമം. അപ്പൊ PDP-യുടെ പിന്തുണ കിട്ടിയിട്ടുണ്ടല്ലോ. PDP-യുടെ പിന്തുണ ആർക്ക്? CPM-ന്. ഈ CPM സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതിൽ യാതൊരു പരിഭവമില്ല, അല്ലേ? എന്താണ് മദനിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞത്? മദനിയെക്കുറിച്ച് പറഞ്ഞത് ഇത് ഒരു കോപ്പിയാണ്, PRD ഇറക്കിയ ഒരു കോപ്പിയാണ്. എന്താ പറഞ്ഞത്? ശബരിമല ഉൾപ്പെടെയുള്ള പ്രധാന ആരാധനാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനവും തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ഉൾപ്പെടെയുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറിയ സംസ്ഥാന പോലീസിന്റെ അവസരോചിതവും തന്ത്രപരവുമായ നീക്കങ്ങളിലൂടെ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും സാഹചര്യങ്ങളെ മുളയിലെ നുള്ളിക്കളയാൻ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യജനകമാണ്. മദനിയെ പിടിച്ച്, അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തിയ മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് PRD-യുടെ രേഖയിൽ ഇട്ട സർക്കാരാണ് LDF സർക്കാർ. ഇപ്പോ ആ മദനിയുടെ PDP-യുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു വിഷമവുമില്ല. വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുത്ത ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പ്. പഴയ ഞാൻ എല്ലാം വായിക്കാഞ്ഞിട്ടാണ്. ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ. ദേശാഭിമാനിയുടെ മുഖ പ്രസംഗം എന്താണ്? LDF-നെ പിന്തുണയ്ക്കാനുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ തീരുമാനം ആശാവഹവും ആവേശകരും. ഇത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗമാണ്, മുഖപ്രസംഗം. എന്നിട്ട് ഓന്തിനെ പോലെ നിറം മാറി വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ടത്താപ്പാണ്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്. ഞങ്ങളത് സ്വീകരിക്കുന്നു. എന്താ തെറ്റ്? CPM-ന് സ്വീകരിക്കാം, LDF-ന് സ്വീകരിക്കാം, UDF-ന് സ്വീകരിക്കാൻ പാടില്ല. അത് എവിടത്തെ പരിപാടിയാണ്? എന്ത് പരിപാടിയാ അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കി കൊണ്ടുവന്ന് വർഗീയ വിരുദ്ധ നിലപാടിന്റെ കാപട്യം ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കും. ഞാൻ പറയാം. അടുത്തൊരു കാര്യം, ഒരു കപ്പല് മറിഞ്ഞു, രണ്ടാമത്തെ കപ്പല് കത്തു. ആദ്യത്തെ കപ്പല് പറഞ്ഞപ്പോ ഇതിനു മുമ്പുണ്ടായ പ്രീസിഡൻസ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, നമുക്കറിയാം, തീരപ്രദേശത്തെ ആളുകൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പോലും പറ്റാത്ത സ്ഥിതി വന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കേണ്ടെന്ന്. എല്ലാ സംസ്ഥാനങ്ങളും ഇതിനു മുമ്പുള്ള പ്രസിഡന്റ് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്ത് പരമാവധി പണം മേടിച്ച് ഇതിന്റെ ഇരകളായ സാധാരണക്കാരെ സഹായിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും ഈ കമ്പനിക്കെതിരായി കേസ് കൊടുക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചെന്ന് വ്യക്തമാക്കണം. അടുത്ത കേസും ഈ കത്തിയ കേസിലും ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇതുപോലെ ഹസാഡസ് ആയിട്ടില്ല, ജീവഹാനി വരുത്തുന്ന കെമിക്കൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ 2 കപ്പലിലും ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഗവൺമെന്റുകൾ നഷ്ടപരിഹാര കേസ് കൊടുത്ത് നഷ്ടപരിഹാരം വാങ്ങിക്കുക. ഈ 2 കേസിലും എന്തുകൊണ്ട് കേസ് കൊടുക്കണ്ട? ആദ്യത്തെ കേസിലാണ് തീരുമാനം വന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് വ്യക്തമാക്കണം. ഇവിടെ CPM
ഈ വർഗീയ വിരുദ്ധത പറയുന്ന ആളുകൾ ബിജെപിയുമായി പരസ്യമായ ബാന്ധവത്തിലാണ്. ബിജെപിയുടെ മത്സരിക്കേണ്ടെന്നാണ് തീരുമാനിച്ചത്. എന്നിട്ട് അവസാനം സമ്മർദ്ദം വന്നപ്പോ അപ്രസക്തനായ, ഞാൻ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി പറയുന്നില്ല, അപ്രസക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് CPM BJPയുമായിട്ടുള്ള രഹസ്യമായ ബാന്ധവമാണെന്ന് എല്ലാവർക്കും വ്യക്തമായിരുന്നു. BJPയുടെ പ്രസൻസ് പോലുമില്ല, ഒരു പ്രസൻസ് പോലുമില്ല തെരഞ്ഞെടുപ്പ്. ഇത് പൊളിറ്റിക്കൽ ഫൈറ്റാണ്. CPMഉം LDFഉം UDFഉം തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയമായ പോരാട്ടമാണ്. ഞങ്ങള് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ തെറ്റായ കാര്യങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. പൊളിറ്റിക്കലായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്.